ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 181 ദിവസം. കർത്താവിൽ സമ്പൂർണ്ണ സമർപ്പണം. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായം, യോനായുടെ പുസ്തകം 1, 2, 3, 4 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 138 എന്നിവ വായിക്കുന്നു. യൂദായിലെയും ഇസ്രായേലിലെയും ഏതാനും രാജാക്കന്മാരുടെ ഭരണകാല വിവരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു. യോനാ പ്രവാചകനെ കർത്താവ് നിനവയിലേക്കുള്ള ദൗത്യത്തിന് അയക്കുമ്പോൾ യോന നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരങ്ങളും യോനായുടെ പുസ്തകത്തിൽ നിന്നും നാം വായിക്കുന്നു. യോനായെപ്പോലെ മുൻവിധികളുമായി ജീവിക്കാതെ കർത്താവിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ മോശയെപ്പോലെ സർവ്വസന്നദ്ധനായ ദൈവത്തിന് എന്തും വിട്ടുകൊടുക്കുവാൻ സദാ തയ്യാറുള്ള ഒരു പ്രവാചകനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായം. അസറിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ 27-ാം വർഷം യൂദാ രാജാവായ അമസ്യായുടെ പുത്രൻ അസറിയ രാജാവായി. രാജാവായപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 52 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് യക്കോലിയ എന്നായിരുന്നു. അവൾ ജെറൂസലേമിൽ നിന്നായിരുന്നു. തൻ്റെ പിതാവായ അമസ്യ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. പൂജാഗിരികൾ നീക്കം ചെയ്തില്ല എന്ന് മാത്രം. ജനം പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്തു പോന്നു. അതിനാൽ കർത്താവ് രാജാവിനെ രോഗബാധിതനാക്കി. തൻ്റെ മരണദിനം വരെ അവൻ കുഷ്ഠരോഗിയായിരുന്നു. വേറിട്ടൊരു ഭവനത്തിൽ അവൻ വസിച്ചു. രാജാവിൻ്റെ പുത്രൻ യോഥാം കൊട്ടാരത്തിൻ്റെ അധിപനായി ദേശത്തെ ജനത്തെ ന്യായം വിധിച്ചു. അസറിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അസറിയ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു. അവർ അവൻ്റെ പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവൻ്റെ സ്ഥാനത്ത് പുത്രൻ യോഥാം രാജാവായി. സക്രിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ അസറിയായുടെ 38-ാം വർഷം ജെറോബോവാമിൻ്റെ പുത്രൻ സഖറിയ സമറിയായിൽ 6 മാസം ഇസ്രായേലിന് മേൽ ഭരണം നടത്തി. അവൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിൻ്റെ പുത്രൻ ഷല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി. ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അവനെ പ്രഹരിച്ചു, വധിച്ച് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. സക്കറിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് നിൻ്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും എന്ന് യേഹുവിനോട് പറഞ്ഞ കർത്താവിൻ്റെ വചനപ്രകാരമാണ് സംഭവിച്ചത്. ഷല്ലൂം. യൂദാ രാജാവായ ഉസിയായുടെ 39-ാം വർഷം യാബേഷിൻ്റെ പുത്രൻ ഷല്ലൂം രാജാവായി. അവൻ സമറിയായിൽ 1 മാസക്കാലം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനേഹം തിർസായിൽ നിന്ന് സമറിയായിൽ കയറി വന്ന് യാബേഷിൻ്റെ പുത്രനായ ഷല്ലൂമിനെ സമറിയായിൽ വെച്ച് പ്രഹരിച്ച് അവനെ വധിച്ചു. അവൻ്റെ സ്ഥാനത്ത് അയാൾ രാജാവായി. ഷല്ലൂമിൻ്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ നടത്തിയ ഗൂഢാലോചനയും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അക്കാലത്ത് ആരും തിപ്സ തുറന്നു കൊടുക്കാതിരുന്നതിനാൽ മെനാഹേം അതിനെയും അതിലുള്ള എല്ലാവരെയും
തിർസ മുതലുള്ള അതിൻ്റെ അതിർത്തികളും തകർത്തു. അവൻ അതിലെ എല്ലാ ഗർഭിണികളെയും പിളർന്നു. മെനാഹേം. യൂദാ രാജാവായ അസറിയായുടെ 39-ാം വർഷം ഗാദിയുടെ പുത്രനായ മെനാഹേം സമറിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി. 10 വർഷം അവൻ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് തൻ്റെ ജീവിതകാലത്തൊരിക്കലും അവൻ പിന്മാറിയില്ല. അസീറിയ രാജാവായ പൂൽ അപ്പോൾ ദേശത്തിനെതിരെ വന്നു. രാജ്യം തൻ്റെ കയ്യിൽ ഉറപ്പിക്കുന്നതിനായി പൂലിൻ്റെ കരം തന്നോടൊപ്പം ആയിരിക്കുന്നതിന് മെനാഹേം അയാൾക്ക് 1000 താലന്ത് വെള്ളി നൽകി. അസീറിയ രാജാവിന് നൽകാൻ ഇസ്രായേലിലെ എല്ലാ ശക്തരായ ധനികരിലും നിന്നാണ് മെനാഹേം ആളൊന്നിന് 50 ഷെക്കൽ വെള്ളി വീതം പണം പിരിച്ചെടുത്തത്. അങ്ങനെ അസീറിയ രാജാവ് തിരിച്ചുപോയി. അവൻ അവിടെ ദേശത്ത് തങ്ങിയില്ല. മെനാഹേമിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? മെനാഹേം തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ്റെ പുത്രൻ പെക്കാഹിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയ. യൂദാ രാജാവായ അസീറിയയുടെ 50-ാം വർഷം മെനാഹിമിൻ്റെ പുത്രൻ പെക്കാഹിയ സമറിയായിൽ ഇസ്രായേലിന് മേൽ രാജാവായി. 2 വർഷം അവൻ ഭരിച്ചു. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അവൻ്റെ പടനായകൻ റമാലിയായുടെ പുത്രൻ പെക്കാഹ് അവനെതിരെ ഗൂഢാലോചന നടത്തി. സമറിയായിലെ രാജകൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് 50 ഗിലിയാദ്യരുമൊത്ത് അയാൾ അർഗോവിനോടും അറേയോടും ഒപ്പം അവനെ പ്രഹരിച്ചു. അയാൾ അവനെ വധിച്ച് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും ഇതാ ഇസ്രായേൽക്കാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പെക്കാഹിയ. യൂദാ രാജാവായ അസീറിയയുടെ 52-ാം വർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹിയ ഇസ്രായേലിന് മേൽ സമറിയായിൽ രാജാവായി. 20 വർഷം അവൻ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അസീറിയ രാജാവായ തിക്ലാത്ത് പിലേസർ ഇസ്രായേൽ രാജാവായ പെക്കാഹിയയുടെ കാലത്ത് ഇയോൺ, ആബൽ ബത്മക്ക, യനോവ, കേദഷ്, ഹസോർ, ഗിലിയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ പിടിച്ചടക്കി. അവരെ അസീറിയയിലേക്ക് നാടുകടത്തിക്കൊണ്ടുപോയി. ഉസിയായുടെ മകൻ യോഥാമിൻ്റെ 20-ാം വർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി അവനെ പ്രഹരിച്ചു. അയാൾ അവനെ വധിച്ച് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. പെക്കാഹിയയുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തൊക്കെയും ഇതാ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. യോഥാം യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവ് റമാലിയായുടെ പുത്രൻ പെക്കാഹിയയുടെ 2-ാം വർഷം യൂദാ രാജാവായ ഉസിയായുടെ മകൻ യോഥാം രാജാവായി. ഭരണം ആരംഭിക്കുമ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറൂസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ അവൻ്റെ അമ്മയുടെ പേര് യെറൂഷ എന്നായിരുന്നു. അവൻ്റെ പിതാവായ ഉസിയ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. പൂജാഗിരികൾ അവർ നീക്കം ചെയ്തില്ല എന്ന് മാത്രം. ജനം പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്തു പോന്നു. അവനാണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഉപരികവാടം നിർമ്മിച്ചത്. യോഥാം ചെയ്ത പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അക്കാലത്ത് ആരാം രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിയായെയും കർത്താവ് യൂദായ്ക്കെതിരെ അയക്കുവാൻ തുടങ്ങി. യോഥാം തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരോടൊപ്പം അവൻ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആഹാസ് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം. യോനായുടെ ഒളിച്ചോട്ടം. അമിത്തായിയുടെ പുത്രൻ യോനായുടെ പക്കലേക്ക് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി: നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ ഉയർന്നിരിക്കുന്നു. എന്നാൽ യോന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് താർഷീഷിലേക്ക് ഒളിച്ചോടാൻ എഴുന്നേറ്റു. അവൻ ജോപ്പായിലേക്ക് ഇറങ്ങി. അവൻ തർഷീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടെത്തി.
അതിൻ്റെ കൂലി കൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് അവരോടൊപ്പം പോകാൻ അതിൽ കയറി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. കടലിൽ വലിയ കോളിളക്കമുണ്ടായി. കപ്പൽ തകരുമെന്നായി. നാവികർ പേടിച്ചു വശായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരോട് കേണപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന സാമഗ്രികൾ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന നൗകയുടെ ഉള്ളറയിലേക്ക് ഇറങ്ങി അവിടെ കിടന്ന് ഗാഠനിദ്ര പൂണ്ടു. അപ്പോൾ കപ്പിത്താൻ അവനെ സമീപിച്ച് അവനോട് ചോദിച്ചു, ഗാഠനിദ്ര പൂണ്ടവനെ, നിനക്കെന്തു പറ്റി? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ ആ ദൈവം നമ്മെ പരിഗണിച്ചേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, വരുവിൻ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം എന്നറിയാൻ നമുക്ക് നറുക്കുകൾ ഇടാം. അവർ നറുക്കുകളിട്ടു. യോനായ്ക്ക് നറുക്കു വീണു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം എന്നതിനെപ്പറ്റി നീ ഞങ്ങളോട് വിശദീകരിച്ചാലും. നിന്റെ തൊഴിലെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേതാണ്? ഏത് ജനത്തിൽപ്പെട്ടവനാണ് നീ? അവൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹെബ്രായനാണ്. കടലും കരയും ഉരുവാക്കിയ ആകാശങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നവനുമാണ്. അപ്പോൾ ആ ആളുകൾക്ക് വലിയ ഭയമുണ്ടായി. താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് അവൻ തന്നെ അവരോട് വിശദീകരിച്ചുവെന്ന് ആ ആളുകൾ അറിഞ്ഞപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? തുടർന്ന് അവർ അവനോട് ചോദിച്ചു, കടൽ ഞങ്ങൾക്കായി ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യണം? കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുകയാണല്ലോ. അവൻ അവരോട് പറഞ്ഞു, എന്നെ നിങ്ങൾ പൊക്കി കടലിലേക്ക് വലിച്ചെറിയുവിൻ. അപ്പോൾ കടൽ നിങ്ങൾക്കായി ശാന്തമായിക്കൊള്ളും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കരയിലേക്ക് തിരിക്കുന്നതിന് ആ ആളുകൾ തണ്ടുവലിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം പ്രക്ഷുബ്ധമാകുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ച് ഉരുവിട്ടു, കർത്താവെ, ദയചെയ്ത് ഇയാളുടെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ. നിഷ്കളങ്ക രക്തം ഞങ്ങൾക്കെതിരെ ചുമത്തരുതേ. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നതനുസരിച്ചാണല്ലോ അങ്ങ് പ്രവർത്തിക്കുന്നത്. അനന്തരം അവർ യോനായെ പൊക്കി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഉടനെ കടൽ തൻ്റെ രൗദ്രത്തിൽ നിന്ന് സ്വച്ഛമായി. അപ്പോൾ ആളുകൾ കർത്താവിനെ ഏറെ ഭയപ്പെട്ടു. അവർ കർത്താവിനോട് ബലിയർപ്പിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്തു. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം. യോനായുടെ പ്രാർത്ഥന. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന 3 പകലും 3 രാവും ആ മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ ഉരുവിട്ടു, എനിക്കുള്ള കഷ്ടത മൂലം ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അങ്ങൻ്റെ സ്വരം കേട്ടു. അങ്ങനെ സമുദ്രഹൃത്തിലേക്ക് ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ എല്ലാ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ കൺമുമ്പിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. എന്നാലും അങ്ങയുടെ വിശുദ്ധ ആലയത്തിലേക്ക് നോക്കാൻ ഞാൻ തുടർന്നും ശ്രമിക്കും. വെള്ളം എന്നെ കഴുത്തുവരെ വലയം ചെയ്തിരിക്കുന്നു. ആഴം എന്നെ ചുറ്റിയിരിക്കുന്നു. പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങളുടെ അടിത്തട്ടുകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. ഭൂമിയുടെ പൂട്ടിയ ഓടാമ്പലുകൾ എനിക്ക് പിമ്പിൽ എന്നേക്കുമായി ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് എൻ്റെ ജീവൻ ഗർത്തത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ആത്മാവ് തളർന്നിരുന്നപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ പക്കലേക്ക്, അങ്ങയുടെ വിശുദ്ധ ആലയത്തിലേക്ക് വന്നെത്തി. വ്യർത്ഥവിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ സ്വന്തം കൃപ വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞതാനന്ദത്തോടെ അങ്ങേക്ക് ബലികളർപ്പിക്കും. ഞാൻ നേർന്നത് നിറവേറ്റും. കർത്താവിൻ്റേതാണ് രക്ഷ. കർത്താവ് മത്സ്യത്തോട് നിർദ്ദേശിച്ചപ്പോൾ അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം. നിനവയുടെ മാനസാന്തരം. യോനായുടെ പക്കലേക്ക് രണ്ടാമതും കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നിന്നോട് പറയുന്ന സന്ദേശം നീ അതിനോട് വിളിച്ചു പറയുക. കർത്താവിൻ്റെ വചനമനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. നിനവെ വളരെ വലിയൊരു നഗരമായിരുന്നു. 3 ദിവസത്തെ സഞ്ചാരദൈർഘ്യം ഉണ്ടായിരുന്നു. നഗരത്തിൽ പ്രവേശിച്ച് 1 ദിവസത്തെ സഞ്ചാരദൈർഘ്യം പിന്നിട്ടപ്പോൾ യോന പ്രഘോഷിച്ചു. അവൻ പറഞ്ഞു, 40 ദിവസം കൂടി നിനവെ തൂത്തെറിയപ്പെടും. നിനവയിലെ ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവരിലെ വലിയവർ മുതൽ ചെറിയവർ വരെ ചാക്കൊടുത്തു. ഇക്കാര്യം നിനവെ രാജാവിൻ്റെ പക്കലുമെത്തി. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പ്രതാപവസ്ത്രം തൻ്റെ മേൽ നിന്ന് ഊരിമാറ്റി
ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവയിൽ പ്രസിദ്ധം ചെയ്ത് കൽപ്പിച്ചു, രാജാവിൻ്റെയും തൻ്റെ പ്രമുഖന്മാരുടെയും വിളംബരത്തിൽ നിന്ന് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും രുചിക്കരുത്, അവ മേയരുത്, വെള്ളം കുടിക്കുകയുമരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രങ്ങൾ ഉടുത്ത് ദൈവത്തോട് ശക്തിയുക്തം വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും താങ്കളുടെ ദുർമാർഗത്തിൽ നിന്നും കരങ്ങളിലുള്ള അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി അനുകമ്പ കാട്ടി തൻ്റെ ക്രോധത്തിൽ നിന്ന് പിൻവലിയുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം എന്ന് ആർക്കറിയാം. തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുവെന്ന് അവരുടെ ചെയ്തികളിലൂടെ ദൈവം കണ്ടു. താൻ അവരോട് ചെയ്യുമെന്ന് പ്രസ്താവിച്ചിരുന്ന നാശത്തെക്കുറിച്ച് പരിതപിച്ച് ദൈവം അത് ചെയ്തില്ല. യോനയുടെ പുസ്തകം 4-ാം അധ്യായം. കർത്താവിൻ്റെ അതിരറ്റ സഹതാപം. യോനായ്ക്ക് അത് വലിയ അസ്വസ്ഥതയുളവാക്കി. അവൻ ക്ഷുഭിതനായി. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആയിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ ഞാൻ ചെയ്തത്? ഇതുകൊണ്ടാണ് ഞാൻ തർശീഷിലേക്ക് ഒളിച്ചോടാൻ തുനിഞ്ഞത്. എന്തെന്നാൽ അങ്ങ് ദയാലുവും ആർദ്രനും കോപവിമുഖനും കൃപാധീരനും ദീശനും ശിക്ഷയെക്കുറിച്ച് പരിതപിക്കുന്നവനുമായ തമ്പുരാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ആകയാൽ ഇപ്പോൾ കർത്താവെ, എൻ്റെ ജീവൻ എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക. എന്തെന്നാൽ എൻ്റെ ജീവനേക്കാൾ നല്ലത് എൻ്റെ മരണമാണ്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപമുണ്ടാകുന്നത് ഉചിതമാണോ? യോന നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് നഗരത്തിന് കിഴക്ക് ഭാഗത്തിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു പന്തലുണ്ടാക്കി. നഗരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാമെന്ന് കരുതി അവൻ അതിൻ്റെ കീഴിൽ തണലത്തിരുന്നു. യോനായെ കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് ഒരു ചൂരച്ചെടിയെ അവൻ്റെ തലയ്ക്ക് മീതെ ഒരു തണലാകാൻ ഏർപ്പെടുത്തുകയും അവനുമേൽ വളർത്തുകയും ചെയ്തു. ചൂരച്ചെടിയെ പ്രതി യോനായ്ക്ക് അത്യധികം സന്തോഷമുണ്ടായി. പിറ്റേന്ന് ഉഷസ്സായപ്പോൾ ദൈവം ഒരു പുഴുവിനെ ഏർപ്പെടുത്തി. അത് ആ ചൂരച്ചെടിയെ ആക്രമിച്ചു. അത് ഉണങ്ങിപ്പോയി. വെയിൽ കനക്കവേ ദൈവം ഒരു കിഴക്കൻ ഉഷ്ണക്കാറ്റിനെ നിയോഗിച്ചു. യോനയുടെ തലയിൽ വെയിലടിച്ചു. അവൻ അവശനായി. തൻ്റെ ജീവൻ പൊലിയുന്നതിനായി അവൻ യാചിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ജീവനേക്കാൾ നല്ലത് എൻ്റെ മരണമാണ്. അപ്പോൾ ദൈവം യോനയോട് ചോദിച്ചു, ചൂരച്ചെടിയെ ചൊല്ലി നിനക്ക് ക്ഷോഭമുണ്ടാകുന്നത് ഉചിതമാണോ? അവൻ പറഞ്ഞു, മരണത്തോളം എനിക്ക് ക്ഷോഭമുണ്ടാകുന്നത് ഉചിതമാണ്. കർത്താവ് പറഞ്ഞു, നീ അധ്വാനിച്ചിട്ടില്ലാത്ത, നീ വളർത്താത്ത, ഒരു രാത്രി ആവിർഭവിച്ച് മറ്റൊരു രാത്രി നശിച്ച ഈ ചൂരച്ചെടിയുടെ മേൽ നീ സഹതപിച്ചു. എങ്കിൽ ഇടംവലം തിരിച്ചറിയാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗഗണവും ഉൾപ്പെട്ട മഹാനഗരമായ നിനവയുടെ മേൽ ഞാൻ സഹതപിക്കരുതെന്നോ? സങ്കീർത്തനങ്ങൾ 138. കൃതജ്ഞതാഗീതം ദാവീദിൻ്റേത്. കർത്താവെ, പൂർണ്ണഹൃദയത്തോടെ അങ്ങേക്ക് ഞാൻ കൃതജ്ഞതയർപ്പിക്കും. ദേവന്മാരുടെ മുമ്പിൽ അങ്ങയെ ആയിരിക്കും ഞാൻ പാടിപ്പുകഴ്ത്തുന്നത്. ഞാൻ ആരാധിക്കുന്നത് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ആയിരിക്കും. അങ്ങയുടെ കരുണയെ പ്രതിയും വിശ്വസ്തതയെ പ്രതിയും അങ്ങയുടെ നാമം ഞാൻ ഏറ്റുപറയും. മറ്റെന്തിനുമുപരി അങ്ങയുടെ നാമം, അങ്ങയുടെ വചസ്സ് അങ്ങ് മഹത്തരമാക്കിയല്ലോ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി. എൻ്റെ ആത്മാവിൽ അങ്ങ് ശക്തി പകർന്നു. കർത്താവെ, ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങയെ അംഗീകരിച്ചു പറയും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാമൊഴികൾ കേട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം വലുതാണ് എന്ന് അവർ കർത്താവിൻ്റെ വഴികളെക്കുറിച്ച് പാടും. കർത്താവ് ഉന്നതനാണെങ്കിലും താണവനെ കടാക്ഷിക്കും. അഹങ്കാരിയെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ കൈനീട്ടി അങ്ങനെ ഉജ്ജീവിപ്പിക്കും. അങ്ങേ വലതുകൈ എന്നെ രക്ഷിക്കും. എനിക്കനുകൂലമായി അങ്ങ് എല്ലാം നിറവേറ്റും. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങയുടെ കരവേലകളെ പരിത്യജിക്കരുതേ.